ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സോളോ ലേണിംഗ് സീസൺ 2 എപ്പിസോഡ് 7ന്റെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുറെ പത്രക്കാരെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തന്നെ. ഇവരൊക്കെ ഹണ്ടർ അസോസിയേഷനിൽ വന്നിരിക്കുന്നത് ആക്ടർ ലീ മിൻസു ഹണ്ടറിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള അറിയിപ്പ് കിട്ടിയതുകൊണ്ടാണ്. നമുക്കറിയാം ആക്ടർ ലീ മിൻസു തന്റെ സിനിമ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ഹണ്ടർ അസോസിയേഷനിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് അവൻ തന്നെ വിളിച്ചു വരുത്തിയതാണ് ഈ പത്രക്കാരെയൊക്കെ. ഇപ്പോഴായിരിക്കും അവിടേക്ക് ഗിൽഡ് മാസ്റ്റേഴ്സ് ആയ ബക്യുനും ജോയിനും കൂടെ അവിടെ എത്തിച്ചേരുന്നത്. അപ്പോഴേക്കും പത്രക്കാർ അവരുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ലിമിൻസിന് വേണ്ടി വന്നതാണോ, അദ്ദേഹത്തെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ വന്നത്, നിങ്ങൾ അദ്ദേഹത്തെ ഏത് ഗിൽഡിലോട്ടായിരിക്കും റിക്രൂട്ട് ചെയ്യുന്നത്, അങ്ങനെ വിധ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ വേറൊരു ആവശ്യത്തിനാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ പത്രക്കാര് അവിടെ നിന്ന് ഒന്നും ചോദിക്കാതെ അവിടെ നിന്ന് പിരിഞ്ഞു മാറി. പിന്നെ ഈ ഗിൽഡ് മാസ്റ്റേഴ്സ് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് നടക്കുന്നത്. അവര് റെഡ് ഗേറ്റ് ഇൻസിഡന്റും എയറാഗ് ഡഞ്ചലിലെ ഇൻസിഡൻസ് ഒക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ അവരുടെ ഉദ്ദേശം ഒന്നും അവർ തമ്മിൽ ആരോടും ഒന്നും പറഞ്ഞില്ല. പക്ഷെ യഥാർത്ഥത്തിൽ അവർ വന്നേക്കുന്നത് സങ് ജിൻഹുവിന് വേണ്ടിയാണ്. കാരണം ഇന്ന് സങ് ജിൻഹു ഹണ്ടർ അസോസിയേഷനിലേക്ക് വരുന്ന ദിവസം കൂടിയാണ്. അപ്പൊ എങ്ങനെയെങ്കിലും തങ്ങളുടെ ഗിൽഡിലേക്ക് സഞ്ജുവിനെ റിക്രൂട്ട് ചെയ്യണമെന്നൊരു തീരുമാനത്തോടെയാണ് രണ്ട് ഗിൽഡ് മാസ്റ്റേഴ്സ് ഇന്ന് അവിടെ എത്തിപ്പെട്ടിരിക്കുന്നത്. പിന്നീട് ആക്ടർ ലിൻസു പത്രക്കാരെ കാണുന്നുണ്ട്. താൻ ഒഫീഷ്യലായിട്ട് ഹണ്ടർ ആവാൻ തീരുമാനിക്കുകയാണെന്നും തന്റെ അഭിനയ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നൊക്കെ പത്രക്കാരോട് പറയുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് താൻ കുറച്ചു നാൾ 2 വർഷത്തേക്ക് സിനിമാ ഫീൽഡിൽ നിന്ന് മാറിയിരിക്കും. കാരണം സിനിമാ ഫീൽഡിൽ അദ്ദേഹത്തിനുണ്ടായ കുറച്ച് റൂമേഴ്സും പ്രണയ അഭ്യർത്ഥനകളും അവിഹിതം ബന്ധങ്ങളൊക്കെ കാരണം തന്റെ കരിയർ നഷ്ടത്തിലാവുമെന്ന് കരുതി 2 വർഷം അതിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുക്കാനുള്ള രീതിയിലാണ് അദ്ദേഹം ഹണ്ടർ അസോസിയേഷനിലേക്ക് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്. പത്രക്കാരെ കാണുന്നതിന്റെ ഇടയിലൊക്കെ ആയിരിക്കും സഞ്ജുവിന് അവിടെ എത്തിപ്പെടുന്നത്. സഞ്ജുവിന് അകത്തോട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും ലിമിൻസുടെ സെക്യൂരിറ്റി സഞ്ജുവിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഇപ്പൊ കയറാൻ പറ്റില്ല, കുറച്ച് വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴായിരിക്കും ചെയർമാൻ അകത്തുനിന്ന് ഇറങ്ങി വന്ന് സഞ്ജുവിനെ നേരിട്ട് തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പൊ ഇത് കണ്ട് ലിമിൻസുവിന് ആകാംക്ഷയായി. ലിമിൻസ് വിചാരിച്ച് ചെയർമാൻ തന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് വരുന്നത്. പക്ഷെ ഒരു സാധാരണ മനുഷ്യനകത്തോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ടും ലിമിൻസുവിന് ഒരു ആശങ്കയും ആകാംക്ഷയുമായി. തന്നെ പോലെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ആക്ടർ അവിടെ എത്തിച്ചേർന്നിട്ട് തന്നെ ആരും മൈൻഡ് പോലും ആക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യവും സങ്കടവും തോന്നി. എന്നിട്ട് ചെയർമാൻ സഞ്ജു ഇങ്ങനെ അങ്ങോട്ട് അകത്തോട്ട് പോയി അദ്ദേഹത്തെ ഒരു വലിയ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന്റെ എസ് റാങ്ക് എബിലിറ്റീസ് ടെസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ സഞ്ജു ഇങ്ങനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയാമോ, അതൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. സഞ്ജു പറയാം എനിക്ക് ഷാഡോസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു ഷാഡോസിനെ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പൊ ചെയർമാൻ പറയുന്നുണ്ട്, നിനക്ക് ഒരാളെ മാത്രമല്ല ഒരുപാട് പേരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം, എന്റെ സെക്രട്ടറി എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം നമുക്കറിയാലോ കഴിഞ്ഞ എപ്പിസോഡിലും എയറാങ് ഡഞ്ചലിൽ ഫൈറ്റ് ചെയ്യുന്നത് ചീഫും ചൊഹൈൻ ഉൾപ്പെടെയുള്ള ഹണ്ടേഴ്സിലെ എല്ലാവരും മിക്കവരും ഇത് കണ്ടതാണ്. അവരെല്ലാം ചെയർമാനോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സഞ്ജുവിനു താൻ പിടിക്കപ്പെട്ടു, ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നിമിഷ നേരം കൊണ്ട് തന്നെ ആ ഹോള് മൊത്തം സഞ്ജുവിന്റെ ഷാഡ ആർമിയെ കൊണ്ടു നിറഞ്ഞു. കണ്ട് അവിടെ കൂടെ ഇരുന്ന ചെയർമാനും ഓപ്പറേറ്ററും ഗിൽഡ് മാസ്റ്റേഴ്സ് ആയ ബക്യുനും ജോയിനും എല്ലാം ആകെ ഞെട്ടിത്തരിച്ചു. കാരണം ആദ്യമായിട്ടാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എസ് റാങ്ക് ഹണ്ടറെ തന്നെ അവര് കാണുന്നത്. തങ്ങളുടെ കൺട്രിയിൽ ഞങ്ങളുടെ രാജ്യത്ത് ഇത്രയും പവർഫുൾ ആയിട്ട് റാങ്ക് ഹണ്ടർ ഉണ്ടോ എന്ന് തന്നെ അവർ കണ്ട് അത്ഭുതപ്പെടുകയുണ്ട്. കാരണം ഇത്രയും പവർഫുൾ ആയ ഒരു എസ് റാങ്ക് ഹണ്ടറെ അവർ നേരിട്ട് കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഇതെല്ലാം കണ്ടതോടുകൂടി ഗിൽഡ് മാസ്റ്റേഴ്സിന് എങ്ങനെയെങ്കിലും സഞ്ജുവിനെ റിക്രൂട്ട് ചെയ്തേ മതിയാകും എന്നുള്ള വാശിയിലായി. അങ്ങനെ ഒഫീഷ്യലായ എസ് റാങ്ക് ഹണ്ടർ ആയതിനുള്ള ലൈസൻസ് ഒക്കെ സഞ്ജുവിന് ചെയർമാൻ കൈമാറുന്നുണ്ട്. അവിടുന്ന് സഞ്ജുവിന് പുറത്തിറങ്ങുമ്പോഴായിരിക്കും ഗിൽഡ് മാസ്റ്റേഴ്സിനെ കാണുന്നത്. നമുക്കൊന്ന് സംസാരിക്കണം, എപ്പോഴാണ് ടൈം ഉണ്ടാവുക എന്ന് പറയാം. സഞ്ജുവിന് അവരോട് പറഞ്ഞു ഇപ്പൊ എനിക്ക് ടൈമില്ല, ഞാൻ കുറച്ച് ബിസി ആണെന്ന് പറഞ്ഞു. സഞ്ജുവിന് ഇതും പറഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിയത് സഞ്ജു ഇങ്ങനെ മാധ്യമ പ്രവർത്തകർ എല്ലാവരും എടുത്ത് പുതിയാനും ഫോട്ടോ എടുക്കാനൊക്കെ ഓൾറെഡി ന്യൂസ് മൊത്തം സ്പ്രെഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. കൊറിയയിലെ തന്നെ 10ാമത്തെ ഒഫീഷ്യൽ എസ് റാങ്ക് ഹണ്ടറായി സഞ്ജുങ് മാറിയിരിക്കുന്നുള്ള വിചാരം കൊറിയ മൊത്തം അപ്പൊ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. സഞ്ജുങ് പത്രക്കാരെ കണ്ടിട്ട് ആദ്യം ഒന്ന് ഭയന്നെങ്കിലും പിന്നെ ധൈര്യം സംഭരിച്ച് അവരുടെ മുന്നിലേക്ക് കയറി ചെന്ന് നിന്നു. കാരണം 2 വർഷങ്ങൾക്ക് മുമ്പാണ് കൊറിയയിൽ അവസാനമായി ഒരു എസ് റാങ്ക് ഹണ്ടറിനെ കണ്ടെത്തിയത്. അപ്പൊ 2 വർഷങ്ങൾക്ക് ശേഷം ഒരു എസ് റാങ്ക് ഹണ്ടറിനെ കണ്ടതിനുള്ള ഒരു ആവേശവും ആകാംക്ഷയും ലോകം മൊത്തം അന്നേരം അറിയുകയുണ്ടായി. കൊറിയയിലെ തന്നെ 10ാമത്തെ എസ് റാങ്ക് ഹണ്ടറായി സഞ്ജുങ് നിയമിക്കപ്പെട്ടു. അങ്ങനെ ബെക്കിന് സഞ്ജുവിനോട് പറയുന്നുണ്ട്, ഇവിടെ ഭയങ്കര ക്രൗഡാണ്, ഞങ്ങൾ നിന്നെ സേഫ് ആയിട്ട് വീട്ടിലേക്ക് എത്തിക്കാന്ന് പറയുന്നത്. അപ്പൊ സഞ്ജു വേണ്ട, ഞാൻ തന്നെ പൊക്കോളാന്ന് പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് തന്നെ കണ്ണ് അഞ്ചിപ്പിക്കുന്നതിന് മുമ്പിന് സഞ്ജുവിന് അവിടുന്ന് മാറുകയാണ് ഉണ്ടായത്. ബെക്കിന് ഇത് കണ്ടിട്ട് ഭയങ്കര വലിയ അത്ഭുതമായിട്ടുണ്ട്. കാരണം
ഷാഡോസിനെ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമല്ല ആൾക്ക് ടെലപ്പോർട്ട് ചെയ്യാനുള്ള കഴിവും കൂടെ ഉണ്ട്. നമ്മുടെ കണ്ണിൽ നിമിഷ നേരം കൊണ്ടാണ് സഞ്ജു വിങ്ങിന്റെ മൂവ്മെന്റ് ഓരോന്നും മാറുന്നത്. തന്നെക്കാൾ പവർഫുള്ളും തന്നെക്കാൾ സ്പീഡും കൂടിയ ആളാണ് സഞ്ജു വിങ് എന്ന് ബെക്യുവിനെ അവിടെ വെച്ച് തന്നെ മനസ്സിലാക്കി. ഇത് കഴിഞ്ഞ് സഞ്ജു വിങ് നേരെ പോകുന്നത് ഒരു ഷോപ്പിലേക്കാണ്. കാരണം താനിപ്പോ ഒരു എസ് റാങ്ക് 100 ആയിരിക്കും. തന്റെ ആർമറും തന്റെ സോഡ്സും ഒക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ തീരുമാനിക്കുകയുണ്ട്. കാരണം താൻ ഈ റാങ്ക് 100 ആയിരുന്നപ്പോൾ സ്വരൂപിച്ച കുറച്ച് പണം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ആ പണം വെച്ച് തന്റെ ആർമറൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു ഷോപ്പിൽ പോകുന്നത്, ഷോപ്പിൽ വെച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പൊ ആ ഷോപ്പിലോ ഓണർ പറയുന്നുണ്ട്, ഈ ഗ്ലാസ് നിങ്ങൾക്ക് തകർക്കാനായ ഈ ആർമർ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം എന്നൊരു ജോക്ക് രൂപേണയാണ് പറയുന്നത്. പക്ഷെ സഞ്ജു അത് സീരിയസ് ആയിട്ട് എടുത്ത് ഗ്ലാസ് പൊട്ടിക്കാനായിട്ട് ഒരുങ്ങിയപ്പോഴത്തേക്കും അയാൾ അദ്ദേഹത്തെ തടയാൻ, ഞാൻ വെറുതെ പറഞ്ഞാണ്, തമാശക്ക് പറഞ്ഞാൽ, നിങ്ങൾ സീരിയസ് ആക്കി എടുക്കരുത്, നിങ്ങൾക്കിത് പൊട്ടിക്കാൻ പറ്റില്ല, എന്നാലും അതിൽ നിന്ന് കേടുപാടൊന്നും ഉണ്ടാക്കരുത്. സഞ്ജു അത് തൊട്ടുപോലില്ല നന്നിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി. അപ്പോഴാണ് അയാൾ ശ്രദ്ധിച്ചത് ആ ഗ്ലാസ്സിന് ഒരു കേടുപാട് സംഭവിച്ചു. ഒന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് ഉരഞ്ഞിരിക്കുന്നത് കാണാം. കാരണം സഞ്ജു തൊട്ടുപോലും ഇല്ല ഗ്ലാസ്സിൽ. പക്ഷെ അപ്പോഴേക്കും ആ ഗ്ലാസ്സിന് പോറൽ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സഞ്ജു എത്രത്തോളം പവർഫുൾ ആണ് എന്ന കാര്യത്തിൽ. ആ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എണീച്ച് നോക്കുമ്പോഴായിരിക്കും നമ്മുടെ സഞ്ജുവിന്റെ സഹോദരി ജീന പുറത്തേക്ക് നോക്കുന്നത്. കാരണം ഇന്നലെ വരെ വീട് നിറച്ച് പത്രക്കാരുടെ ബഹളമായിരുന്നു. അപ്പൊ ഇന്ന് എല്ലാരും പോയി കഴിഞ്ഞ് സഞ്ജുവിനോട് പറയുന്നുണ്ട്, ഞാൻ ഒരാഴ്ചത്തേക്ക് പുറത്തിറങ്ങി, എനിക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറയുന്നത്. അപ്പൊ സഹോദരി ചോദിക്കും, എന്ത് പണിയാണ്, എന്താണ് ഇത്ര അത്യാവശ്യം എന്നൊക്കെ ചോദിക്കും. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലൊക്കെ ആയിരിക്കും പുറത്തു നിന്ന് ബെല്ലടിക്കുന്നത്. ബെല്ല് തുറന്നപ്പോൾ കൂട്ടുകാരെ വെളിയിൽ നിൽക്കുന്നുണ്ട്. കുറെ ബാഗും പെട്ടിയും പാക്കൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് പോണ്ടേന്ന് പറഞ്ഞിട്ടാണ് കൂട്ടുകാരൻ സഞ്ജുവിനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അപ്പോഴേ പറയുന്നുണ്ട്, ഞാൻ ഒരാഴ്ചത്തേക്ക് പോകുന്നത് ഇവന്റെ കൂടെയാണ്, ഞങ്ങൾ രണ്ടും കുറച്ച് പണിയുണ്ട്, അത് കാരണം വീട് നീ നന്നായി നോക്കിക്കോണമെന്ന് സഞ്ജുവിന് സഹോദരിയോട് പറയുന്നുണ്ട്. അങ്ങനെ രാത്രിയായി. എന്തായാലും സഞ്ജുവിന് ഇവിടെ ഇല്ല. അപ്പൊ സഹോദരിയെ നോക്കാൻ വേണ്ടിയിട്ട് 3 ഷാഡോ ആർമികളെ അവിടെ നിർത്തുന്നുണ്ട്. നമ്മുടെ കർഗലന്റെ ജനറൽസിനെയാണ് അവിടെ കാവലായിട്ട് ഏൽപ്പിക്കുന്നത്. 4 പേരെയാണ് കമാൻഡ് ചെയ്തത്, പക്ഷെ 3 പേരെ വന്നുള്ളൂ. അപ്പൊ അവരോട് ചോദിക്കുന്നുണ്ട്, കർഗലിന് 4 ജനറൽസ് ഉണ്ടല്ലേ, നിങ്ങൾ 3 പേരല്ലോ, ഒരാൾ അവിടെ പോയി. പക്ഷേ നിങ്ങൾ തന്നെയാണ് അവനെ അടിച്ച് മേളിലോട്ടിട്ട് ഡഞ്ചലിൽ വെച്ച്, അത് കാരണം ഷാഡോ ആർമിയിലോട്ട് അവൻ റിക്രൂട്ട് ആയിപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സഞ്ജുവിന് കാര്യം മനസ്സിലായി. അങ്ങനെ സഹോദരിയെ നോക്കാനായിട്ട് ആ 3 ജനറൽസിനെ അവിടെ കാവൽ നിർത്തിക്കൊണ്ട് എന്നിട്ട് സഞ്ജുവിന് തന്റെ ബാക്കിയുള്ള ഷാഡോ ആർമികളെ തന്റെ പുറത്തേക്ക് പെട്രോളിംഗ് ആയിട്ട് അയക്കുകയുണ്ടായി. പിറ്റേ രാവിലെ എന്റെ കൂട്ടുകാരുമായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ സഞ്ജീവ് പറയുന്നത്, എനിക്ക് കുറച്ച് ട്രെയിനിങ് കൂടെ ബാക്കിയുണ്ടെന്ന് പറയുന്നു. അപ്പൊ കൂട്ടുകാരെ ചോദിച്ചു, നിങ്ങൾ ഓൾറെഡി ഒരു എസ് റാങ്ക് 100 ആണല്ലോ, ഇനി എന്തിനാണ് ട്രെയിൻ ചെയ്യുന്നത്, നിങ്ങൾ ഓൾറെഡി പവർഫുൾ അല്ലേ, ഇനിയും വേണോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സഞ്ജീവ് വേണമാണ്, അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനെ അവിടെ യാത്രയാക്കി സഞ്ജീവ് ഡീമൻ കാസ്റ്റിലേക്ക് പോയി. അങ്ങനെ ഡീമൻ കാസ്റ്റ് എത്തി. ഡീമൻ കാസ്റ്റിൽ ഓൾറെഡി സഞ്ജീവ് 75 ഫ്ലോർ കയറി കഴിഞ്ഞു. ഇനി ബാക്കി 25 ഫ്ലോറും കൂടെ ബാക്കിയുണ്ട്. മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഡീമൺ കിങ്ങിനെ തോൽപ്പിച്ചാൽ മാത്രമേ ആ ഗേറ്റ് പൂർണ്ണമാക്കി കീഴടക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ പുതിയൊരു ടാസ്ക് കൂടി സഞ്ജുവിന് സിസ്റ്റം കൊടുക്കുന്നുണ്ട്. അതിന്റെ 2 ഡീമൺസിനെ കളക്ട് ചെയ്യണം. പിന്നെ അവിടുത്തെ ഡീമൺ മൊണാക്ക് ബാരന്റെ സോളും കളക്ട് ചെയ്യണം. ഇതിന് കിട്ടുന്ന ഷാഡോ എക്സ്ചേഞ്ച് റൺസ് ആണ്. ഇതൊരു സ്പെസിഫിക് സ്കില്ലാണ്. അപ്പൊ അത് ഗേറ്റ് ക്ലോസ് ചെയ്താൽ മാത്രമേ സഞ്ജുവിന് കിട്ടുള്ളൂ. അങ്ങനെ സഞ്ജുവിന്റെ ഷാഡോ ആർമിയെ 4 ഭാഗത്തേക്ക് അയക്കുന്നുണ്ട്. ഇപ്പൊ ഷാഡോ ആർമി ഉള്ളതാണ് സഞ്ജുവിന്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് എളുപ്പമായി. താൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഷാഡോ ആർമി ചെയ്തോളും. അങ്ങനെ പെട്ടെന്നായിരിക്കും ഒരു ഡീമൻ സഞ്ജുവിന്റെ അടുത്തേക്ക് നടന്നു വരുന്നതായിട്ട് കാണുന്നത്. സഞ്ജുവിന് ഉടനെ തന്നെ കർഗലനെ കമാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം കർഗലനെ റിക്രൂട്ട് ചെയ്തതിനു ശേഷം ഇതുവരെ കർഗലനെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു എലൈറ്റ് നൈറ്റ് റാങ്ക് ഒക്കെ ആയിട്ടാണ് റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. അങ്ങനെ കർഗലനെ റിക്രൂട്ട് ചെയ്തിട്ട് ഡീമനെ നേരിടാനായിട്ട് കമാൻഡ് ചെയ്തു. നിമിഷ നേരം കൊണ്ട് തന്നെ ആ ഡീമനെ ചാരമാക്കി കളഞ്ഞു സഞ്ജുവിന്. ഇത് കണ്ടിട്ട് തന്നെ ആകെ ഒരു അത്ഭുതവും സന്തോഷമൊക്കെയായി. കാരണം ഇത്രയും വലിയ ആൾക്കാർ വഴിയോരങ്ങളിൽ നടന്നു പോവുകയായിരിക്കും. അപ്പോഴായിരിക്കും അവരുടെ മുന്നിലേക്ക് ഒരു പ്രാണി രൂപത്തിൽ പറക്കുന്ന എന്തോ ഒരു വസ്തു അവരുടെ മുന്നിലേക്ക് വന്ന് പ്രത്യക്ഷപ്പെടുന്നത്. അതിനെ ക്ലോസപ്പിൽ ഒന്ന് കാണിക്കുന്നുണ്ട്. ആരാണെന്ന് ഇപ്പൊ പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ അവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഇത് കഴിഞ്ഞ ഡീമൺ കാസ്റ്റിലെ സീനാണ്. കാരണം ഡീമൺ കാസ്റ്റിൽ സഞ്ജുവിന് ഒരു കാര്യം തന്റെ സോൾജേഴ്സ് ഓരോന്നായിട്ട് പെട്ടെന്ന് തന്നെ മരണപ്പെടുന്നതായിട്ട് സഞ്ജുവിന് ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണ് അതിന് കാരണം അന്വേഷിച്ച് ആ ഏരിയയിലോട്ട് പോയപ്പോ കുറെ പവർഫുൾ ആയിട്ടുള്ള മാജിക്കൽ ബീസ്റ്റ് സഞ്ജുവിന്റെ ആർമിയെ ഒന്നൊന്നായിട്ട് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഈ ഷാഡോ ആർമി മൊത്തം കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നത്. കാരണം സഞ്ജുവിന് ഇപ്പൊ ഡെവലപ്പ് ആയതുകൊണ്ട് തന്നെ തന്റെ സോൾജേഴ്സും കൂടെ തന്നെ ഡെവലപ്പ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സോൾജേഴ്സിനെ കൊല്ലാൻ ഹെൽപ്പുള്ള മാജിക്കൽ ബീസ്റ്റ് ഈ ഡീമൺ കാസ്റ്റിൽ ഉണ്ടാവുന്ന തന്നെ സഞ്ജുവിന് ആശ്ചര്യപ്പെട്ടു. കാണാൻ നമ്മുടെ ഇഗ്രിസിനെ പോലെയൊക്കെ ഒരു ലുക്കുള്ള 3 മാജിക്കൽ ബീസ്റ്റ് ആണ് ഈ കാണുന്നത്.
പിന്നീട് നടക്കുന്നത് സഞ്ജുവിങ് ഈ മാജിക്കൽ ബീസ്റ്റുമായിട്ടുള്ള 1-on-1 ഫൈറ്റിംഗ് ആണ്. അങ്ങനെ രണ്ട് മാജിക്കൽ ബീസ്റ്റിനെ സഞ്ജുവിങ് തന്ത്രപരമായി കൊല്ലുന്നുണ്ട്. അവസാനത്തെ മാജിക് ബീസ്റ്റിനെ കൊല്ലാൻ വേണ്ടി വരുമ്പോൾ അത് പേടിച്ച് പിന്മാറുന്നതായിട്ട് കാണാം. അപ്പോഴാണ് സഞ്ജുവിങ്ങിന് ഒരു ആശ്ചര്യമായത്, ഈ മാജിക്കൽ ബീസ്റ്റിന് പേടി എന്താണെന്ന് അറിയാനുള്ള കഴിവുണ്ടോ? ഞാൻ ഇത്രയും നാളും ആലോചിക്കുകയായിരുന്നു, നിന്നെ കണ്ടപ്പോഴേ എനിക്കത് മനസ്സിലായെന്ന് പറഞ്ഞിട്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള, സാധാരണ പോലെ കഴിഞ്ഞ എപ്പിസോഡ് പോലെ വലിയ ഫൈറ്റ് ഒന്നും ഇല്ലായിരുന്നു, എന്നാലും കിടിൽ എപ്പിസോഡായിരുന്നു. കാരണം ഈ എപ്പിസോഡിന്റെ ടൈറ്റിൽ പറയുന്നത് എന്നാണ്. കാരണം സഞ്ജുവിങ്ങിനെ എസ്റാങ് ഹണ്ടർ ആയിട്ട് നിയമിക്കാനുള്ള ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ഒക്കെയാണ് ഈ എപ്പിസോഡിൽ പ്രധാനമായിട്ട് നടത്തിയത്. അത് നമുക്ക് ഇതിൽ കാണാൻ സാധിച്ചു. ഇനി അടുത്ത എപ്പിസോഡിലായിരിക്കും ഡീമൺ കാസ്റ്റിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിന് വേണ്ടിയിരിക്കും. ബൈ. വീഡിയോ